ഡിസൈനൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പം? വ്യത്യസ്ത ഡിസൈനുകൾ ഉണ്ടായിക്കോട്ടെ, വ്യത്യസ്ത എംബ്രോയിഡറി ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. മറയുള്ള നല്ലൊരു വസ്ത്രം, അത്രേ നമ്മൾ പറഞ്ഞോളൂ. മറല്ലേ ശരിയാവുക. നല്ല മറുള്ള, കാണാൻ നല്ല ചൊങ്കും ചൊർക്കുള്ള ആ വസ്ത്രം ഇറങ്ങിയാൽ തന്നെ ഒരു പുതുനാരിയുടെ മേച്ചിലുണ്ട്. ആയിക്കോട്ടെ, ഒരു കുഴപ്പത്തിന് ഇസ്ലാമില്ല. ഒരു പർദ്ദട്ടേ ഇറങ്ങാവൂന്നോ, ബുർഖ ധരിച്ച് മാത്രമേ ഇറങ്ങാവൂന്നോ, കറുത്ത മൊക്കനിട്ടേ ഇറങ്ങാവൂന്നോ, അങ്ങനെ നിയമമൊന്നും ഇസ്ലാമിലില്ല. നല്ല ഒരു മാറ് കാണിക്കാൻ പാടില്ല, കഴുത്ത് കാണിക്കാൻ പാടില്ല, കൈത്തണ്ട കാണിക്കാൻ പാടില്ല. നല്ല മറവോടുകൂടെ ഭംഗിയുള്ള വസ്ത്രം എത്ര വില പിടിപ്പുള്ള ഇറങ്ങിക്കോട്ടെ. അവനാന്റെ കഴിവിനനുസരിച്ചുള്ള വസ്ത്രം വാങ്ങിയാൽ മതി. ഞാൻ അതിന്റെ പേരിൽ ഒരു കടം വീട്ടാൻ വേറെ പിരിവിന് നടക്കാൻ നിൽക്കരുത്. അവനാന്റെ കഴിവിനനുസരിച്ചുള്ളത് നല്ല രൂപത്തിൽ ഭംഗിയുള്ളത് ധരിച്ചുകൊടുക്കുക. പുതുവസ്ത്രം കല്യാണത്തിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ പുതുവസ്ത്രം വാങ്ങിക്കൊടുത്ത്. നല്ല വസ്ത്രം അണിയിച്ചൊരുക്കിയിട്ട് ഉമ്മമാരല്ലേ കൂട്ടിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചത്. ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും വീട്ടിലെത്തിയതിനു ശേഷം ഇശാന്റെ ശേഷം തങ്ങൾ വന്നു. രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയിട്ട് തങ്ങൾ വെള്ളം മന്ത്രിച്ച് ഊതിക്കൊടുത്തു. രണ്ടുപേരുടെയും മാറിടത്തിലേക്ക് ഇങ്ങനെ തങ്ങൾ ആ വെള്ളം തെളിച്ചു കൊടുത്തു. ഇനി നിങ്ങൾ രണ്ടുപേരും വിശ്രമിക്കുക എന്ന് പറഞ്ഞവരെ റൂമിലേക്ക് ആനയിച്ചു. അതൊക്കെ ഇസ്ലാമിൽ സന്തോഷപൂർവ്വമുണ്ട് എന്നതിലല്ല. അതിന്റെ പേരിൽ വലീമത്തും കൊടുത്തിട്ടുണ്ട്, സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിയമത്തിനെതിരാകാൻ പാടില്ല. അന്ന് വരെ നമ്മളെ കുട്ടീനെ ആർക്കും കാണാൻ പാടില്ല, ആർക്കും സംസാരിക്കാൻ പാടില്ല. പക്ഷെ അന്ന് ഒരാൾക്ക് വീട്ടിന്റെ ഉള്ളിൽ ഫുൾ പെർമിറ്റ് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. എന്താ അയാൾക്ക് പണി? അയാൾക്ക് ആ വീട്ടിന്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും അരിഞ്ഞ് പെറുക്കി എല്ലാ ഭാഗത്തും ക്ലോസറ്റിലേക്ക് വരെ അയാൾക്ക് പെർമിറ്റ്. എല്ലാ ഭാഗത്തെ ചിത്രങ്ങളും ഒപ്പിയെടുക്കണം. ആരോ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ, ആൾക്ക് അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സംഗതി ഈ ആഴ്ച 1 ലക്ഷം തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുള്ള പേടി. എത്ര സ്ഥലങ്ങളിലാണ് കല്യാണം കഴിഞ്ഞ് പുതിയാപ്പളിനെ വേണ്ട ഫോട്ടോഗ്രാഫറെ മതി എന്ന് പറഞ്ഞ കുട്ടികൾ. അങ്ങനെ വേണം നമ്മുടെ നാട്ടിൽ. അപ്പോഴേ നമ്മൾ പാഠം പഠിക്കും. പരീക്ഷണായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ അങ്ങനെ ഒന്നായിട്ട് ചുറ്റി നടക്കാനും ഇങ്ങനെ കറങ്ങാനൊക്കെ ഒരു പെർമിറ്റ്. എന്നിട്ട് അതിന് മൊത്തം ചെലവ് നോക്കുകയാണെങ്കിലോ ചെറിയ ചെലവ് പറയട്ടെ 25,000. ചെറിയ ചെലവ് അത് 4 ബാക്കി എടുക്കാൻ 25,000. വലിയ ചെലവ് വേറെ പോകട്ടോ, 1.5 ലക്ഷം അങ്ങോട്ട് പോകും വേറെ. ചെറിയ ചെലവിന്റെ കണക്കാ പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കും. ഈ ചെയ്ത പണി തീർത്തും ഈ ചെയ്ത പണിയെ പറ്റി എന്ത് പറയും സഹോദരങ്ങളെ? ആ പെണ്ണ് വസ്ത്രം ധരിക്കുന്ന ഓരോ പോയിന്റ് നോക്കിയിട്ടാണ് ഒപ്പിയെടുത്ത് ഫോട്ടോ എടുത്ത്. വീട്ടിലേക്ക് ഇരച്ചു കയറി വരുന്നു ആര് ചോദിക്കുമ്പോ പറയും സ്കൂൾ മീറ്റാണ്, മറ്റേ മീറ്റാണ്. എന്ത് മീറ്റ്? സ്കൂളിൽ പണ്ടൊന്നോ പഠിച്ചു എഴുതിയിട്ട് കല്യാണത്തിനൊന്നും ഒപ്പം തോളിൽ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ഹലാലാ? കേരി അങ്ങനെ വരികയാണ്. അതാരാ അത്?